പക്ഷെ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റ് ആയപ്പോഴേ ഞാൻ ഈ അപകടം മനസ്സിലാക്കണത്. എന്ത്? അവളും കയറി വന്നാ? അവിടെ കയറി വന്നിരുന്നെങ്കിൽ പോലും ഞാൻ ക്ഷമിച്ചേനെ. പക്ഷെ ഇത് ഒരു മിനിറ്റ്. എടാ പിന്നെ നമ്മൾ പ്ലാൻ ചെയ്ത ഓർമ്മയുണ്ടല്ലോ, അടുത്ത 2 വർഷത്തേക്ക് കുട്ടികൾ വേണ്ട. ഓക്കെ ഓക്കെ. ബൈ ബൈ ശ്രേയ. ഇത് തന്നെ ഞാനും ചോദിച്ചത്. അന്ന് തുടങ്ങിയതാണ് എൻ്റെ ജീവിതത്തിൽ ആര്യ എന്ന കേതുവിൻ്റെ അപഹാരം. ഈ ആര്യ ആരാ ചേട്ടൻ്റെ റിലേറ്റീവ് ആണോ? അവളുടെ വീട് ഇവിടെ അപ്പുറത്താ. ഞാനും അവൾ ഒരുമിച്ച് കളിച്ചു വളർന്നതാണ്. പിന്നെ എനിക്ക് ഫ്രണ്ട്സ് എന്ന് പറയാൻ ആരുമില്ല. ആകെ ഉള്ളൊരു ഫ്രണ്ട് അവളാണ്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. പിന്നെ സ്കൂളിലും കോളേജിലും ഒക്കെ ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചത്. ഇപ്പോൾ വർക്ക് ചെയ്യണത് ഒരുമിച്ച്. പക്ഷെ അവളുടെ ലീഡാണ് കേട്ടോ. അവൾ അത്രയ്ക്ക് മിടുക്കിയ. ആണോ? പക്ഷെ ഈ കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ വളരെ പേഴ്സണൽ അല്ലേ? അതിലൊക്കെ കയറി ഇങ്ങനെ അഭിപ്രായം പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, അവൾ അത്രയ്ക്ക് മിടുക്കിയ. എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അവളുടെ അടുത്ത് ചോദിച്ചു അവൾ പറയും പോലെ കേട്ടാ ചെയ്യാറ്. അതുകൊണ്ട് എനിക്ക് ഗുണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇനിയിപ്പം തനിക്കും അങ്ങനെ ആയിരിക്കണം കേട്ടോ. ഇങ്ങോട്ട് വരട്ടെ. പെണ്ണ് കാണലിൽ ഞാൻ ഓങ്ങി വെച്ചതാണ് അവളെ.